ഞങ്ങളുടെ മുറിയിൽ നിന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് മണിക്കുട്ടനെ കാണേണ്ട ദൂരത്തിലാണ് ഞങ്ങളവനെ അടക്കം ചെയ്തത്. മണിക്കുട്ടൻ്റെ സങ്കടം ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്ന സമയത്താണ് അടുത്ത ഒരു സങ്കടത്തിനുള്ള ഇടയായിട്ട് മറ്റൊരു പക്ഷി എത്തിയിരിക്കുന്നത്. ഞാൻ നിങ്ങളെ അതൊന്ന് കാണിക്കാം. ഞങ്ങളുടെ ഹാളിനകത്ത്, വെളിയിലോ മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. നമ്മുടെ ഹാളിനകത്ത് നമ്മുടെ ഇത് കണ്ടോ, ഈ ലൈറ്റിൽ കൊണ്ടുവന്നൊരു കിളി കൂട് വെച്ചിരിക്കുകയാണ്. അമ്മക്കിളി അവിടെ അടയിരിക്കുകയായിരുന്നു. അച്ചൻകിളി വെളിയിലുണ്ട്, അമ്മക്കിളി അടയിരിക്കുന്നു. ഇപ്പോൾ ഇവരെ കണ്ടതിന് ശേഷം ഇവാനും കുഞ്ഞനും ഞങ്ങളുടെ റൂമിലായിരുന്നു കിടന്നിരുന്നത്. അതിന് ശേഷം അവരിപ്പോൾ ഈ സെറ്റിയിലാണ് കിടപ്പ്. എപ്പോഴും അതിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ചെന്ന് രണ്ടുപേരെയും വഴക്ക് പറഞ്ഞ് റൂമിൽ കയറ്റും. ഞങ്ങളുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പോഴും രണ്ടുപേരെ തിരിച്ചിവിടെ വരും. ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സങ്കടം ഇതാ, മണിക്കുട്ടൻ്റെ വേർപാട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയൊരു വിഷമം ഇത് വളർന്ന് കുഞ്ഞ് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അത് നേരെ പറന്ന് വീഴുന്നത് താഴോട്ടായിരിക്കും. ആദ്യം അവർ പറന്ന് വെളിയിലോട്ട് പോകത്തില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഇല്ലാത്ത സമയത്തായിരിക്കും, കഥവും ഒക്കെ അടച്ചിരിക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ അത് ജനലിൽ കൂടെ ഒന്നും പറന്നു പോകാൻ കുഞ്ഞിനാവതില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇവാനെയും കുഞ്ഞിനെയൊക്കെ ഒന്ന് കൂട്ടി കയറ്റുകയാണ്. അതുപോലെ ഞങ്ങൾ വെളിയിൽ പോകുകയാണെങ്കിൽ അവരെ ഞങ്ങൾ കൂട്ടി കയറ്റിയിട്ടാണ് പോകുന്നത്. എങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണ് തെറ്റി ഈ കുഞ്ഞങ്ങാനും വെളിയിൽ വീണ് കഴിഞ്ഞാൽ ഇനി അവരുടെ മുന്നേ പെട്ട അവർ പിടിക്കും. അപ്പോൾ ആ ഒരു സങ്കടത്തിലായി ഞങ്ങൾ. മണിക്കുട്ടൻ്റെ ആ ഒരു നൊമ്പരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. ഇപ്പോഴാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു നൊമ്പരത്തിനുള്ള ഇടയാക്കാനായിട്ട് ഈ കിളി വന്ന് ഇതേ തന്നെ കൂട് വെച്ചിരിക്കുന്നു. കിളിക്കുഞ്ഞുങ്ങളെ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ആ കിളിക്കുഞ്ഞിനെ ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്തു കൂടി കയറി ചെല്ലുമ്പോൾ അതിനെ നമുക്ക് ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല, എങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, അമ്മക്കിളി ഇരിക്കുന്നുണ്ടോ, വട്ടക്കടയിരിക്കുക. അതെന്ത് ചെയ്യും, എങ്ങനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നുള്ള ഒരു പിടുത്തവും ഇല്ലാതിരിക്കുകയാണ്. എന്നാ മോനെ, ഈ പ്ലാവ് കണ്ടോ നിങ്ങൾ? ഈ പ്ലാവ് ഒരുപാട് നമ്മുടെ വീഡിയോയിൽ, മണിക്കുട്ടിൻ്റെ വീഡിയോയിലുള്ള പ്ലാവാണ്. ഈ പ്ലാവിലായിരുന്നു മണിക്കുട്ടൻ ഇരുന്നതും അവനെ തേടി അവൻ്റെ കൂട്ടുകാർ വരുന്നതും ഒക്കെ ഈ പ്ലാവിലായിരുന്നു. ഇവിടെ ആയിരുന്നു അവരുടെ എല്ലാവരുടെയും ഇരിപ്പ്. അവൻ്റെ 4-5 കൂട്ടുകാരുണ്ടായിരുന്നു. മണിക്കുട്ടൻ പോയതിന് ശേഷം ഇന്ന് വരെ, ഈ നിമിഷം വരെ, ഇന്നലെ ഒരൊറ്റ ഒരു കാക്ക പോലും ഈ പ്ലാവേ വന്നിട്ടില്ല. കണ്ടോ, ഒരൊറ്റ കാക്ക പോലും ഈ പ്ലാവിൽ അതിന് ശേഷം വന്നിട്ടില്ല. അവൻ പോയതിന് ശേഷം ഒരൊറ്റ കാക്ക ഈ പ്ലാവിൽ വന്നില്ല, ഇതുവരെയും വന്നിട്ടില്ല. മറ്റേ രാവിലെ എപ്പോഴും ഇതിൽ ഒരു 6-7 കാക്ക എപ്പോഴും ഉണ്ടാവും. സിന്ധു തണ്ണിമത്തനെല്ലാം കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. മണിക്കൂട്ടം ഉണ്ടായിരുന്ന സമയത്ത് അവൻ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇനിയിപ്പം ഞങ്ങൾ വിചാരിച്ചു അതിനി ഞങ്ങളിവിടെ ഉള്ള കാലത്തോളം ഞങ്ങളിനി അത് മുടക്കുന്നില്ല എന്ന് വിചാരിച്ചു. അവൻ്റെ കൂട്ടുകാർക്ക് അവൻ കൊടുത്തുകൊണ്ടിരുന്നതല്ല. ഇനിയിപ്പോൾ അവർ വന്ന് കഴിച്ചിട്ട് പോട്ടെ. ഇനിയിപ്പോൾ ആ ഒരു മുടക്കം ഞങ്ങളിനി ഒരിക്കലും വരുത്തുന്നില്ല. ഞങ്ങൾ വീട്ടിലുള്ള സമയത്തൊന്നും. പാപ്പം തരാം, ബാ. അങ്ങോട്ട് കയറിപ്പോയാൽ ഇവിടെ അല്ലേ പാപ്പ ഇരിക്കുന്നത്? അവനവിടെ പോയി, ഇവാൻ അവിടെ പോയി. കുഞ്ഞാ, ഇവാൻ എങ്ങോട്ട് പോയടി? ആ, ഇവാൻ കുട്ടനും കുഞ്ഞൻ്റെ വെറ്റ് ഫുട്ടാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇവരുടെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടുള്ള പരിപാടികൾ. ഇനിയിപ്പോൾ ഇവനെ രാവിലെ 2 പേരിൽ ഒരാളെ ഒന്നിനൊന്ന് ചീകി കുളിപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പം ശകലം നമ്മുടെ ചക്ക ഉപ്പേരി ഉണ്ടാക്കണം, മക്കൾക്ക് കൊടുത്തു വിടാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ പരിപാടിയിൽ ഇനിയിപ്പോൾ നാളെ ഇവരുടെ കുളിപ്പീരൊക്കെ നടക്കത്തുള്ളൂ. 2 പേരെയും ചീകി കുളിപ്പിച്ചെടുക്കണമെങ്കിൽ 3-4 മണിക്കൂർ എടുക്കുമേ. അതിനിപ്പോൾ എന്നാൽ നാളെ സ്വസ്ഥമായിട്ട് നാളെ ആകാമെന്ന് കരുതി. 2 പേരെയും ഗ്രൂമിങ് ചെയ്യേണ്ട ഏതാണ്ടൊക്കെ സമയമായി. പെട്ടെന്നാണ് ഇവരുടെ രോമം കളിക്കുന്ന. ഒരു 1.5 മാസമേ ആയുള്ളൂ ഗ്രൂമിങ് ചെയ്യിച്ചിട്ട്. കുഞ്ഞോ, തീർന്നോ മോനെ? ആ, അതെ, അമ്മയെ നോക്കുന്നു, തീർന്നു പോയി. അവള് പെട്ടെന്നാണ് കഴിക്കുന്നത്. അവള് കഴിച്ചിട്ട് ഇപ്പം ഇവൻ്റെ പ്ലേറ്റിലോട്ട് വരും. ഇപ്പം നോക്കിക്കോണേ. ആ, അവനാണെങ്കിൽ ഇങ്ങനെ കുറച്ച് കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. അവള് വന്ന് കഴിച്ചേച്ചാൽ അവിടെ പാട്ടിന് പോകും. മണിക്കുട്ടാന്നാ ഓർക്കാതെ വായി വരുന്നു. ഇവാൻ കുട്ടോ, തീർന്നോ? മിയോയുടെ ഈ ഫുഡ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്.
മണിക്കുട്ടൻ്റെ കൂടെ ഇവിടെയായിരുന്നു ഇരുന്നത്. അവിടെ ഞങ്ങളിപ്പോൾ മഞ്ഞൾ നട്ടിരിക്കുക. മഞ്ഞൾ നട്ട ചട്ടി എടുത്ത് അതിൻ്റെ മുന്നിൽ വെച്ചു. സിന്ധുവിന് അതൊരു വലിയൊരു സങ്കടത്തിനിടയാക്കിയ കാര്യമാണ്. മണിക്കുട്ടനെ എനിക്ക് കിട്ടിയ സമയത്ത്, ഞാൻ കൊണ്ടുവന്ന സമയത്ത്, എൻ്റെ ബാഗിനകത്ത് കൊണ്ടുവന്ന സമയത്ത് ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് മണിക്കുട്ടൻ്റെ പഴയ വീഡിയോകളൊക്കെ വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ മണിക്കുട്ടനെ ഞാൻ കൊണ്ടുവന്ന ആ വീഡിയോ ഞാൻ ഫോണിനകത്ത് ഞാൻ കളഞ്ഞിട്ടില്ലായിരുന്നു, അതെൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഒരു 2 ദിവസത്തിനകത്ത് ഞാനത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തു തരാം. നമുക്കെല്ലാവർക്കും അത് കാണാം.